ഇന്ന് നമുക്കൊരു അടിപൊളി മലബാർ സ്റ്റൈലിൽ ചിക്കൻ ദം ബിരിയാണി തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഇതാ പുറത്ത് വിറകടുപ്പിലിട്ട് വെക്കണത്. അപ്പോൾ കുറച്ച് തോന അരി ഉണ്ട്. അപ്പോൾ ഒരു 3 കിലോ അരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലായിട്ട് എടുത്തിട്ടുള്ളത്. 3 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ക്യാരറ്റ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒക്കെ ഇട്ട് കൊടുക്കുകയാണേ. ക്യാരറ്റ് വേണമെന്നില്ല, അത് വേണ്ടവർക്ക് ചേർത്താൽ മതി കേട്ടോ. ഞാൻ അപ്പോൾ ഇട്ട് കൊടുത്തു എന്നുള്ളൂ. അങ്ങനെ ഇതാ നമ്മളെ വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് മിൽമേൻ്റെ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മിൽമേൻ്റെ നെയ്യിനെയാണ് എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എടുക്കുക. പിന്നെ അതേപോലെ RKG കേട്ടോ. അപ്പോൾ ഇന്ന് RKG ഇല്ലാത്തത് കൊണ്ടാണ് മിൽമേൻ്റെ നെയ്യ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ നെയ്യൊക്കെ ഒഴിച്ചു. അതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കഴുകി നേരത്തെ തന്നെ വെള്ളം വറ്റിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം വറ്റിക്കല്ല, വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് നമ്മൾ അരിക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം തിളച്ചപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു. ഇളക്കിയതിന് ശേഷം നമുക്കിഞ്ഞത് അടച്ച് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ വെള്ളം. അങ്ങനെ അടച്ച് വെക്കുകയാണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ അടുപ്പത്ത് വെക്കണത് കേട്ടോ ഒന്നും കൂടി കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ദമ്മിടാനൊക്കെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് അടുപ്പത്ത് വെക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അടപ്പ് തുറന്ന് ചോറ് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് മസാല കൂട്ടാം. അപ്പം ഞാൻ ഈ മസാല കൂട്ടണത് എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്താ പറയുക, വഴറ്റിയിടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ ഉണ്ടാക്കുന്നത് എളുപ്പത്തിലുള്ളൊരു മെത്തേഡാട്ടോ പറഞ്ഞു തരുന്നത്. ടൈമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ കരിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്, പുതിനയില അരിഞ്ഞതും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ട് കൊടുക്കാം. നമ്മളത് പൊടിപ്പിച്ച പൊടിയാണ്. പിന്നെ മുളക് പൊടിയൊക്കെ കുറച്ച് മതി. മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗരം മസാല, ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതാണ് നമ്മളെ മെയിനായിട്ട് കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. അതൊക്കെ കുറച്ച് അളവിലുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് പിന്നെ അടുത്തതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. ഉപ്പും നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നാരങ്ങ നീര്, അതൊക്കെ പുളിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വിനാഗിരി, പിന്നെ കുറച്ച് തൈര് കേട്ടോ. ഇതൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഐറ്റംസാണേ. അതിനുശേഷം കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മളെ അടുത്ത മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇത് നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിങ്ങിലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നല്ല പോലെ കൈ വെച്ച് കുഴച്ചെടുക്കുക. അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു സംഭവം ഇതിൽ ചേർക്കാണ്ട്. അപ്പോൾ വേറെ നല്ല കുറച്ച് കസ്തൂരി മേത്തിയാണ് കേട്ടോ. കസ്തൂരി മേത്തിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ മതി. അങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്കിതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കാം. അങ്ങനെ നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി അടച്ച് വെക്കാം. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഹാഫ് വേവിലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ വറുത്ത് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് എപ്പോഴും നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വറുത്ത് കോരിയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും കരിവേപ്പിൻ്റെ ഇലയും കൂടി. ഇനിയാണ് നമ്മൾ അടുത്ത പരിപാടിക്ക് പോണത്. ദമ്മ് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളെ ചോറ് ഇതേപോലെ എടുക്കുക. ഇനി നമുക്കിത് നമ്മളെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ ഒരു വാഴേൻ്റെ ഇലയൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. ഞാൻ അപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഗരം മസാല ഇട്ട് കൊടുക്കുക ഇതിന് മുകളിൽ. പിന്നെ 2-3 ലെയറായിട്ട് നമുക്കിത് ഇങ്ങനെ ചോറിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെയും ചോറിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ ഈ പൊരിച്ച് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ഗരം മസാലയും ബാക്കി വന്ന നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യും ആ ഓയിലും കൂടെ ഉള്ള മിശ്രിതം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ദമ്മിടാം കേട്ടോ.
അപ്പോൾ ആദ്യം തീ നല്ലപോലെ ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓലക്കോടി എടുത്തിട്ട് അതൊന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കനലായിട്ടുണ്ട്. പിന്നെ വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കനൽ കോരിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടവർക്ക് മൈദ കൊണ്ട് ചുറ്റി കൊടുക്കാം, എയർ പോകാതൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ആ കനൽ മുഴുവനും ഞാൻ വാരി മുകളിക്കിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രോസസ്സിങ് പറയുന്നത് കേട്ടോ, ദം ബിരിയാണി എന്ന് പറയുമ്പോൾ. അങ്ങനെ കനലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു മണിക്കൂറോളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ചിക്കൻ ഹാഫ് വേവ് ചെയ്യുന്നല്ലോ. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ടൈം ആയപ്പോൾ. അങ്ങനെ നല്ലൊരു പെർഫെക്റ്റ് ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് അതേപോലെ ചോറ് വേറെയും ചിക്കൻ വേറെ ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.